എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എനിക്ക് വയ്യ. ഞാൻ നിങ്ങളെ പുകഴ്ത്തുവന്ന് തോന്നരുത്. കുഴപ്പമില്ല, എനിക്കത് തോന്നിയത് അപാര സംഭവം അല്ലേ? ഭയങ്കര ബുദ്ധിയല്ലേ എനിക്ക്? എന്റെ ആ ബുദ്ധി കണ്ടിട്ടല്ല നീ എന്നെ കല്യാണം കഴിച്ചത്. അല്ലാതെ നിങ്ങളുടെ ഈ സൗന്ദര്യം കണ്ടിട്ടാന്ന് പറഞ്ഞാലേ ഈ നാട്ടുകാരെല്ലാം കൂടെ എന്നെ ചൂടുന്നവരെ അടിക്കും. ഞാൻ ഇതേ കുഴപ്പം. പരസ്പരം ആരെങ്കിലും കണ്ട് ഞാൻ അപ്പം അപമാനിക്കും. ഏട്ടാ നിങ്ങൾ എന്തെങ്കിലും കൊച്ചു പിള്ളേരെ പോലെ ചുമ്മാ വേണമെന്നേ. ഞാനൊരു കാര്യം ചോദിച്ചാലേ സത്യം പറയൂ. ഇന്നത്തെ എന്റെ വീട്ടിലെ ജോലിയും അടുക്കള പണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിന്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതല് ഇന്നലെ രാത്രി വരെയുള്ള എന്റെ അടുക്കള പണിയും ജോലിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് നീ ആദ്യം പറ. അതുകൊണ്ടല്ലേ ജിഷൻ എന്ന പേരാണ് നിങ്ങളെ ഞാൻ മിഷൻ എന്ന് വിളിക്കുന്നത്. ഇഷ്ടമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെ പെണ്ണ് കാണാൻ വേണ്ടി ഇവിടെ വീട്ടിൽ ചെന്നപ്പോഴല്ലോ ഇവിടെ അപ്പൻ എന്നോട് പറയുവാ ഇവളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് മോനെ, പഠിക്കാനുണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾ പഠിച്ചില്ലേ? പിന്നെ എന്താ പഠിച്ചേ? നെയ്ച്ചാള വെട്ടാൻ പഠിച്ചു, പുറം മാന്താൻ പഠിച്ചു, തലയിൽ പേൻ നോക്കാൻ പഠിച്ചു, പിന്നെ പുല്ല് മുറിക്കാൻ പഠിച്ചു. നിങ്ങൾ കൂടുതൽ എന്നോട് ക്യൂടെക്സ് ഇടാൻ പഠിച്ചു. നിങ്ങൾ എന്നെ കൂടുതൽ കളിയാക്കല്ലേ? ഒന്നുമില്ലെങ്കിൽ ഇത്ര ധൈര്യമുള്ളൊരു ഭാര്യയും കിട്ടിയില്ലേ? ധൈര്യോ നിനക്കോ? ഞാൻ സംസാരിക്കരുത്. ഈ വീട്ടിൽ നിന്നെക്കാ കൂടുതൽ ധൈര്യം എനിക്കാ. ഈ വീട്ടിൽ നിങ്ങളെക്കാട്ടിലും നിങ്ങളുടെ അമ്മയെക്കാട്ടിലും കൂടുതൽ ധൈര്യം എനിക്കാ. അങ്ങനെ പറയില്ല, അങ്ങനെ പറയില്ല. ധൈര്യമാണെങ്കിൽ തെളിയിക്കടി. നിങ്ങൾ എന്നെ പെണ്ണാണോ വന്ന് എത്ര പേരുമായിട്ടോ? ഞാൻ സുമേഷ് തമ്പി, സുഭാഷ് കൊല്ലം, ഷിജു അഞ്ചുമന, 5 പേര്. നമ്മുടെ നിശ്ചയത്തിന് നിങ്ങൾ എത്ര പേരുമായിട്ടോ വന്ന? 50 പേര്. നമ്മുടെ കല്യാണത്തിനോ? 150 പേര്. 150 പേര്. ഇത്രയും പേരുമായിട്ട് നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന. എന്നാൽ ഞാൻ ഇങ്ങോട്ട് വന്നതേ ഒറ്റയ്ക്ക്. അപ്പൊ ആർക്കാണോ ധൈര്യം? അത് വേറെ സംഭവമുണ്ട്. അതായത് ഈ പട്ടാളക്കാരെന്ന് പറയുമ്പോഴല്ലോ അതിന് ഒരുമിച്ചേ പോവുള്ളൂ. അവരുടെ ഉദ്ദേശം ഈ രാജ്യത്തിന്റെ സുരക്ഷ. ചാവേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും, നശിപ്പിക്കും. നമ്മുടെ വ്യത്യാസം. നിങ്ങൾ എന്നെ ചാവേർന്ന് വിളിച്ചല്ലേ? ഞാൻ ഇതിന്റെ സാമ്പാർന്ന് വിളിക്കാൻ പറ്റുമോ നിന്നെ? ഞാനൊരു പിന്നെ സ്നേഹം കൊണ്ട് നീ ഉത്തരം മുട്ടിയപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു. എന്നോട് സ്നേഹം ഒരു സ്നേഹമില്ല നിങ്ങൾക്ക് എന്നോട്. നിങ്ങൾക്ക് അങ്ങനെ പറയല്ലേ? ഞാൻ പറയും. ഈ ഭൂമിയിൽ ഞാൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്ര. കള്ളവോ? സത്യവാ? അല്ല. നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും നമ്മളെ പെണ്ണ് കാണലും നമ്മുടെ കല്യാണവും ഒക്കെ നിങ്ങൾ എല്ലാ ദിവസവും ഓർക്കാറുണ്ടോ? എടി നമ്മുടെ ഇവിടെ സുനാമി വന്നിട്ട് ഒരുപാട് പേര് മരിച്ചില്ലേ? മരിച്ചു. അതുപോലെ നമ്മുടെ പുറ്റിങ്ങിൽ ഇങ്ങനെ ബോംബ് ഒരുപാട് പേര് മരിച്ചില്ലേ? അപ്പൊ അതിലെ കത്രീന വന്നപ്പോ ഒരുപാട് പേര് മരിച്ചില്ലേ? ഇതെന്നും നീ ഓർക്കാറുണ്ടോ? അയ്യോ, ആ ദുരന്തങ്ങളൊന്നും ഞാൻ ഓർക്കത്തില്ല. ഞാൻ ഈ ദുരന്തം ഓർക്കണേ.